പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ റോ ആഫ്റ്റർ മേനിയ എന്ന് പറയുന്ന സർപ്രൈസ് വീക്ക്ലി എപ്പിസോഡിലെ ആദ്യ സർപ്രൈസ് നമുക്ക് കാണാൻ സാധിച്ചു. WWE പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ ജോൺസണയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് റോ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ജോൺസൺ റിങ്ങിലേക്ക് വന്നിട്ട് മൈക്ക് അനൗൺസറോട് റിങ്ങിൽ വന്നിട്ട് ഒന്നും കൂടി ഇൻട്രൊഡക്ഷൻ നടത്താൻ ആവശ്യപ്പെടുന്നു. 17 തവണ ചാമ്പ്യനായ ദ ലാസ്റ്റ് റിയൽ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ് ജോൺസനെ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് പതിവ് പോലെ കാണികളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സീനയുടെ പ്രൊമോ സെഗ്മെൻറ്റാണ് നമുക്ക് തുടക്കത്തിലേക്ക് കാണാൻ സാധിച്ചത്. സീന പറയുന്നത് ലാസ് വെഗാസിലെ ക്രൗഡ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് തന്നെ കൂവി ഇപ്പോൾ തനിക്ക് വേണ്ടി ചിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കനുസരിച്ച് മാറിയത് കൊണ്ടൊന്നും ഞാൻ നിങ്ങളോട് മറക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഡിസർവ് ആയിട്ടുള്ളത് എന്തോ അത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കൂ എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട്. പിന്നെ ജോൺസന ടോപ്പിക് എടുക്കുന്നത് ജോൺസനക്ക് ഇനി എത്ര ഡേറ്റ്സ് WWE ബാക്കിയുണ്ട് എന്നുള്ളതാണ്. 36 ദിവസമായിരുന്നു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഈ വർഷം ജോൺസന് അപ്പിയർ ചെയ്യുമെന്ന് കൺഫേം ചെയ്ത ഡേറ്റ്. അതിൽ കുറേയധികം ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്നുള്ളതും ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാതെ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവസാനത്തെ ഒരു അവസരം തരാം, ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ചാമ്പ്യൻഷിപ്പുമായിട്ട് താൻ പോകുമെന്നുള്ളതും ജോൺസന പറയുന്നുണ്ട്. ഈ ചാമ്പ്യൻഷിപ്പ് കുറേയധികം ചരിത്രമുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ്, വേണമെങ്കിൽ പുതിയത് കൊണ്ടുവരാം, പക്ഷേ ഈ ചരിത്രമുള്ള ചാമ്പ്യൻഷിപ്പ് ബ്രൂണോ സമർട്ടിനോ അതുപോലെ തന്നെ ട്രിപ്പിൾ എച്ച്, ഷോൺ മൈക്കിൾസ്, റോമൻ റീൻസിൻ്റെ ലോങ്സ്റ്റ് റണ്ണ് ഇതൊക്കെ ഈ ടൈറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പുമായി ലാസ്റ്റ് റിയൽ ചാമ്പ്യനായ താൻ പോകും എന്നുള്ളതും ജോൺസനെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ക്യാമറ ഓണാക്കി ഒരു ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സമയത്താണ് റാൻഡി ഓർട്ടൻ അപ്രതീക്ഷിതമായി പിറകിലൂടെ വന്ന് തിരിയുന്ന ജോൺസനെയെ ആർക്കുകയോ ചെയ്യുന്നത്. അത് ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റാൻഡി ഓർട്ടൻ മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാതെയാണ് വന്നത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന മെയ് മാസത്തിലെ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺസണയുടെ നെക്സ്റ്റ് എതിരാളി, ജോൺസണയുടെ നെക്സ്റ്റ് മാച്ച് ആർക്ക് എതിരെയാണെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. റാൻഡി ഓർട്ടൻ ആ ഒരു ടൈറ്റിൽ പിടിച്ച് നിൽക്കുന്നതും അവസാനം ജോൺസണയുടെ ദേഹത്തേക്ക് തന്നെ ആ ഒരു ടൈറ്റിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ട് ഇവരുടെ സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആരാധകർ കാത്തിരുന്ന ആ ഒരു ഡ്രീം സ്റ്റോറി ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഭാഗമായിട്ട് അവർ നടത്താൻ പോകുകയാണ്. എൽ ക്ലാസിക്കോ എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന റാൻഡി ഓർട്ടൻ വേഴ്സസ് ജോൺസൺ തമ്മിലുള്ള സൂപ്പർ റൈവൽറി നമുക്ക് ഈ വർഷവും കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സെഗ്മെൻറ്റ് എങ്ങനെ തോന്നി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. റോ ആഫ്റ്റർ മേനിയ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.